ഇപ്പോൾ ഈ പാട്ട് ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കി പഠിച്ചു കേട്ടോ. യൂട്യൂബിൽ ഒരാൾ വീഡിയോ ഇട്ടേക്കുന്ന കണ്ടിട്ട് തന്നെ, ഫ്ലൂട്ട് പഠിപ്പിക്കുന്ന ഒരാളുടെ വീഡിയോ കണ്ടിട്ട് തന്നെ ഞാനത് നോക്കി ഒന്ന് പഠിച്ചത്. ഒരു ദിവസം ആയതേ ഉള്ളൂ നമുക്ക് നോട്ട് കിട്ടിയിട്ട്. 4 ലൈനേ വരുന്നുള്ളൂ. ഫസ്റ്റ് ലൈൻ 2 പ്രാവശ്യം റിപ്പീറ്റ്, രണ്ടാമത്തെ ലൈനും 2 പ്രാവശ്യം റിപ്പീറ്റ്, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. കോമൽ സ്വരങ്ങളൊന്നുമില്ല. പിന്നെ ഇത് പഠിപ്പിക്കുന്ന C# ഫ്ലൂട്ടിനകത്താണ്. നമ്മുടെ C# ഇല്ല, C ഉള്ളൂ. അപ്പോൾ നമ്മൾ C വെച്ചാണ് പഠിപ്പിക്കുന്നത്. കാണാതെ നോട്ട് അറിയത്തില്ല, നോക്കിയാട്ടോ വായിക്കുന്നത്. ഫസ്റ്റ് ലൈൻ തുടങ്ങുന്നത് ഇങ്ങനെ. പാട്ട് തുറക്കുന്നൊക്കെ അറിയാലോ, തമ്മിൽ പിണങ്ങി പോകല്ലേ എന്നുള്ള ആ ഒരു ലൈനാണ് ആദ്യം വരുന്നത്. അപ്പം താഴത്തെ നോട്ടല്ല കേട്ടോ, ഹൈ പിച്ചാണ് നോട്ട് വരുന്നത്. താഴത്തെ നോട്ടല്ല, മുകളിലത്തെ നോട്ടാണ് വായിക്കേണ്ടത്. ദാ സാ സാ നി സാ ദാ നി പാ ദാ, ദാ സാ സാ നി സാ ദാ നി പാ ദാ, ദാ സാ സാ നി സാ ദാ നി പാ ദാ. ദാ സാ സാ നി സാ ദാ നി പാ ദാ. പിന്നെ അതിൻ്റെ ഒരു ലാസ്റ്റ് ഒരു ലൈനുണ്ട്, തമ്മിൽ പിണങ്ങി പോകല്ലേ. ആ ഒരു ലൈൻ കേട്ടോ, എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്. അത് വരുന്നത് മാപ്പ ധാനി. മാപ്പധാനി ദാ സാ സാ നി സാ ദാ നി പാ ദാ, മാപ്പധാനി മാപ്പ മാപ്പ ഫുൾ മായോടോ, ഓപ്പൺ മായാണ്. മാപ്പധാനി. അതിൻ്റെ ബാലൻസ് ഉണ്ട്. എൻ്റെ ബാലൻസ് ലൈനാണ് കേട്ടോ. നീ 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 ധാനി പാദ മാപ്പ, നീ 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 ധാനി പാദ മാപ്പ. ഇതാണ് ഒരു ലൈൻ വരുന്നത്. ഒന്നാണ് വായിച്ചിരിക്കാം. ഇതാണ് ആ ഒരു ലൈൻ വരുന്നത്. രണ്ടാമത് ഇതേ സെയിം ലൈൻ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇതേ സെയിം ലൈൻ തന്നെയാണ് വരുന്നത്. ആ നമ്മൾ മാപ്പ പതിനിന്നൊരു പോർഷൻ വായിച്ചല്ലോ, മാപ്പ ആ ഒരു ലൈൻ മാത്രം ഇതിലൊരു ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അടുത്ത ആ ഒരു ചെറിയൊരു പോർഷൻ മാത 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 മാതാരീനി മാതാരീനി മാത മാതാരീനി എന്നാണെങ്കിലും ഈ രീ 2 പ്രാവശ്യം ടച്ച് ചെയ്യേണ്ടി വരുമല്ലോ. മാതാരീനി മാതാരീനി. ഇങ്ങനെ ലൈൻ വരുന്നുണ്ട്. മാതാധാരീനി മാതായിൽ നിന്നും രീയിലേക്ക് നമ്മൾ സാ അവിടെ 2 പ്രാവശ്യം ടച്ച് ചെയ്യുന്നുണ്ട്. മാതാധാരീനി എന്നാണെങ്കിലും എല്ലാവർക്കും അറിയില്ല, മാ ദ രീ വീണ്ടും നമ്മളിവിടെ 2 പ്രാവശ്യം ടച്ച് ചെയ്യുന്നുണ്ട്, ആവശ്യമുണ്ട്. മാതാധാരീനി മാതാധാരി മാതാധാരീനി 2 പ്രാവശ്യം ടച്ച് ചെയ്യണം, എന്നാലേ ആ ഒരു അത് കിട്ടത്തുള്ളൂ. എന്ന് പറയാൻ കേൾപ്പിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കൈ നോക്കിക്കോണം. വീണ്ടും ഒരു ദാ വരുന്നുണ്ട്, അത് ഓർത്തോണം. അല്ല, മാ ദാ പിടിച്ചിട്ട് നേരെ രീയിലോട്ട് പോകരുത്. മാ ദ വീണ്ടും ഒരു ദാ ഉണ്ട്, ആ ദാ കഴിഞ്ഞിട്ട് വേണം രീയിലോട്ട് പോകാൻ. ഒറ്റ ദായിൽ നിന്ന് രീയിലോട്ട് പോയി കഴിഞ്ഞാൽ തെറ്റും. മാതാധാരി അങ്ങനെ വേണം പോകാൻ. മാതാധാരീനി. അപ്പോൾ രീ 2 പ്രാവശ്യം ടച്ച് ചെയ്യേണ്ടി വരും സായിലോട്ട്. മാ ദ വീണ്ടും വരും. മാ ദ രീ വീണ്ടും ഒരു രീ ടച്ച് ചെയ്യണം. രീ എന്ന് പറയുമ്പോൾ സായി ടച്ച് ചെയ്യണം. മാതാധാരീനി മാതാധാരീനി ഇങ്ങനെ വേണം വരാൻ കേട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. വീണ്ടും
ഇത് രണ്ടാമത്തെ ലൈൻ നമ്മൾ പറയുന്നെങ്കിലും ഫസ്റ്റ് ലൈനിൻ്റെ കൂട്ടുകാരാണ് താഴത്തെ നോട്ടും വരുന്നത്. ഇതിൻ്റെ ബാലൻസ് ആട്ടോ, ബാലൻസ് നോട്ടോ പറയുന്നത്. ഇതാണ് രണ്ട് ലൈൻ വരുന്നത്. ഫസ്റ്റിലത്തെ രണ്ട് ലൈൻ ഇതാണ്. സെയിം നോട്ട് തന്നെ ആട്ടോ വരുന്നത്. ദാസാസ ദാസാസ നിസ ധനി പാദ മാദാരിനി മാദാരിനി. ഇത് നമ്മളിപ്പോൾ പറഞ്ഞു തന്ന നോട്ട്. ദാസാസ ദാസാസ നിസ ധനി പാദ മാദാരി മാദാരിനി. അതിൻ്റെ ബാലൻസ് വരുന്നത് നീ 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 ധനി പാദ മപ നീ 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 ധനി പാദ മപ. ഇതാണ് രണ്ട് ലൈൻ. ഓക്കെ, ഇനി ലാസ്റ്റ് ലൈനാണ്. ലാസ്റ്റ് ലൈൻ ഇതും 2 പ്രാവശ്യം വായിക്കേണ്ടി വരും. ഇതാണ് ഹൃദയം എന്ന് പറഞ്ഞ ലൈൻ. ഹൃദയം ആ ലൈൻ വരുന്ന ഇതാണ്. ലാസ്റ്റ് ലൈൻ അല്ല, ഈ ലൈൻ 2 പ്രാവശ്യം വായിക്കണം. മൊത്തത്തിൽ നമുക്ക് 4 ലൈനേ ഉള്ളൂ. ഇത് ഹൃദയം എന്നുള്ളതിൻ്റെ നോട്ട് ഇതാണ്. മാപ്പ ദാപ്പ. ഇത് വായിക്കുമ്പോൾ കറക്റ്റ് ഹൃദയം എന്നുള്ള ഇത് വരും. ഇങ്ങനെ വായിക്കാം. മാപ്പ ദാപ്പ ഹൃദയം. ഇത് വരുന്നത് മപനി മപനി സനിതപ്പ മപനി സനിതപ്പ മപനി സനിതപ്പ. ആ സനിതപ്പ എന്നുള്ളത് പെട്ടെന്ന് വായിക്കണം കേട്ടോ. മപനി സനിതപ്പ അത് പെട്ടെന്ന് വായിക്കണം, അല്ലെങ്കിൽ അത് കിട്ടത്തില്ല. മപനി സനിതപ്പ മപനി സനിതപ്പ. ആ നീന്ന് പെട്ടെന്ന് സാ ജസ്റ്റ് ഒന്ന് പൊക്കാനുള്ളൂ കേട്ടോ. ഇങ്ങനെ പൊക്കല്ല, ഇങ്ങനെ പൊക്കരുത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊക്കിട്ടാൽ കാണിക്കണം. സനിതപ്പ സനിതപ്പ സാ നീ ദാപ്പ സനിതപ്പ മപനി സനിതപ്പ. അത് പെട്ടെന്ന് വായിക്കണം. അത് വായിച്ച് കറക്റ്റ് ആക്കിയാൽ മതി. ലാസ്റ്റ് പോർഷൻ. ഇതാണ് ലാസ്റ്റ് ലൈൻ വരുന്നത്. ലാസ്റ്റ് ഒരു പോർഷൻ. മകനേ ആ ഒരു ലൈൻ വരുന്നത്. മപദ മപദ. ഇതും മപദ ദാരി സാനി മപദ ദാരി സാനി മപദ മപദ ദാരി ദാരി സാനി മപദ. അവിടെ വീണ്ടും ഒരു ദാ വരുന്നുണ്ട്. മപദ ദാരി സാനി. ദാ രണ്ടാമത് വായിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ആ ദായിൽ നിന്ന് തന്നെ അടുത്തൊരു ദായുടെ സൗണ്ട് നിങ്ങൾ വാവിച്ചാൽ ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. മപദ മപദ മകനേ. അത് മപദ. ആ ദാ വീണ്ടും ഒന്നുകൂടെ വായിക്കേണ്ടി വരും. അതേ ഒറ്റ ശ്വാസത്തിൽ തന്നെ, കട്ടില്ല. ഓക്കെ, ഈ ലാസ്റ്റ് ലൈൻ 2 പ്രാവശ്യം വായിക്കണം. അപ്പം അതൊന്ന് ആ ചെറിയൊരു ഇതാട്ടോ. ആ യൂട്യൂബർ പഠിപ്പിച്ചേക്കുന്നത് അതേപോലെ തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഇങ്ങനത്തെ ഏത് നോട്ട് കിട്ടിയാലും വിടരുത്. നമ്മൾ ഇരുന്ന് പഠിക്കണം കേട്ടോ. ഇരുന്ന്
വായിച്ച് വരുമ്പോഴേ നമുക്കിത് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാനും പറ്റും. ഇനി ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹിച്ച പാട്ടുകളാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.